സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. അയ്യോ, എന്റെ സുധി ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അവർ തമ്മിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ അയക്കുമല്ലോ, എനിക്ക് എങ്ങനെ റെക്കോർഡിങ്ങിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ചേച്ചി. അതുകൊണ്ടാണ് വൾഗർ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. സുജിയെ അടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഇവളെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന എന്തിനാന്ന് എനിക്ക് അറിയില്ല. അവർക്ക് റേറ്റിംഗിന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ നിലവിൽ അവളാണല്ലോ ഉള്ളത്. രേണു സുധിയുടെ കൂടെ നിൽക്കുന്ന അതേ പാറ്റേണിലാണ് സുധി എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ സംസാരത്തിലാണ് വീണുപോയത്. അങ്ങനെ തന്നെയായിരുന്നു. അല്ലാതെ രേണുവിനെ മാത്രമല്ല പൊന്നെ ചക്കരയെന്ന് വിളിക്കുന്നത്. എനിക്കിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നടക്കാൻ ഇഷ്ടമല്ല. എനിക്ക് പുള്ളിയുടെ ഭാര്യ എന്ന ലേവല് മേടിക്കുന്ന ഇഷ്ടമല്ല. പുള്ളിയുടെ ഭാര്യ ആയിരുന്നു എന്ന് പറയാനും ഇഷ്ടമല്ല. അതായത് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്നോട്, എന്ത് കണ്ടിട്ടാണ് ഇവളുടെ പുറകെ പോയെന്ന്.